സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തെന്ന് പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കുടുംബം പരാതി നൽകിയത്. സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നാഹി പോൾ എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത്. ഇവരെക്കുറിച്ച് വിവരമൊന്നുമില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. അതേസമയം കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസിന്റെ വിശദീകരണം. സിദ്ദിഖിന്റെ മകനായ ഷഹീന്റെ സുഹൃത്തുക്കളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. ഇവരെക്കുറിച്ച് യാതൊരു വിവരവും പുറത്തു വരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. കൊച്ചി സ്വദേശികൾ കൂടിയായ നാഹി പോൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസിന്റെ വിശദീകരണം പുറത്തുവരുന്നത്. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ആദ്യഘട്ടത്തിൽ ഈ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് സ്വീകരിച്ചത്. പക്ഷേ നിലവിൽ ഈ 8 മണിക്കൂർ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. SIT ആണ്, പ്രത്യേക അന്വേഷണ സംഘമാണ് സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. രാവിലെ ഏകദേശം 4:15 ഒപ്പം തന്നെ 5:15 ഈ ഒരു സമയങ്ങളിലാണ് വീടുകളിലെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ള ഒരു പരാതിയായിരുന്നു കുടുംബം ആരോപിച്ചത്. ഇവരെ കുറിച്ച്, അതായത് ഈ കൊച്ചി സ്വദേശികളായിട്ടുള്ള നാഹി പോൾ എന്നിവരെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നീട് ശേഷം ഈ പോലീസ് അറിയിച്ചത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 8 മണിക്കൂർ SIT പ്രത്യേക അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി ഇവരെ വിട്ടയച്ചിരിക്കുന്നു എന്നാണ് വിവരം. അതായത് സിദ്ദിഖിനെ ഒളിവിൽ താമസിപ്പിക്കുവാൻ ഇവർ സഹായം ചെയ്തു എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് നീങ്ങിയത്. എന്തായാലും ഇവരെ ഈ 2 സുഹൃത്തുക്കളെ, ഷഹീന്റെ 2 സുഹൃത്തുക്കളെ നിലവിൽ വിട്ടയച്ചിരിക്കുകയാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കൾ ഉന്നയിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പുലർച്ചെ പോലീസ് എത്തി ഇവരെ ഈ സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതായിരുന്നു. എന്തായാലും നിലവിൽ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുണ്ട്. തിങ്കളാഴ്ച, അതായത് നാളെ സുപ്രീം കോടതി ഇത് പരിഗണിക്കുന്നുണ്ട്. അതുവരെ ഉള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. ഔദ്യോഗികമായിട്ടായിരുന്നില്ല, മറിച്ച് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് 8 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയായിരുന്നു. എന്തായാലും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഫലമായിട്ടായിരുന്നു SITയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം. എന്തായാലും നാളെ സുപ്രീം കോടതിയുടെ തീരുമാനം എന്ത് എന്നുള്ള അറിയാനുള്ള ഒരു നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. സുപ്രീം കോടതി ഒരു താൽക്കാലിക അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് സിദ്ദിഖിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവായിരിക്കും. പക്ഷേ അതിനു മുന്നേ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ, ആ ഒരു ശ്രമങ്ങളൊക്കെ തന്നെ പാളിപ്പോയ ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ ഈ സിദ്ദിഖിന്റെ മകനായിട്ടുള്ള ഷഹീന്റെ 2 സുഹൃത്തുക്കളെയാണ് ഈ കേസിന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, സിദ്ദിഖ് ഒളിവിൽ പോയതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. 8 മണിക്കൂറോളം ഈ നാഹിനെയും പോളിനെയും ചോദ്യം ചെയ്തതിനു ശേഷം നിലവിൽ പോലീസ് SIT സംഘം വിട്ടയച്ചിരിക്കുകയാണ്. എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം വിട്ടയച്ചിരിക്കുന്നത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.